ദേശീയഗാനത്തെ അപമാനിച്ച ഉത്തർപ്രദേശ് സ്പീക്കർ സതീഷ് മഹാന ദേശീയഗാനം ആലപിക്കുന്നതിനിടെ വേദി വിട്ടിറങ്ങി. സ്പീക്കറുടെ നടപടിയെ വിമർശിച്ച സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. എന്നാൽ ദേശീയഗാനം മുഴങ്ങിയത് ദൂരെയുള്ള സ്ഥലത്തു നിന്നാണ് എന്ന് സതീഷ് മഹാനയുടെ വിശദീകരണം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുന്നത്. സ്പീക്കർ തന്നെയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. സ്പീക്കർ പറയുന്നത് ഇപ്പോൾ പ്രേക്ഷകരെ സ്പീക്കർ പറയുന്നത് ദൂരെ നിന്നാണ് ഈ ദേശീയഗാനം ആലാപനം ഉണ്ടായത് എന്നതാണ്. സ്പീക്കർ അവിടെ നിന്ന് അദ്ദേഹം തിരിയുന്നത് വരെയും മറ്റെല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തിരിഞ്ഞിറങ്ങിയതോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അംഗരക്ഷകരും പോലീസും എല്ലാവരും തന്നെ മാറുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം നിൽക്കുന്നത് കാണുമ്പോൾ ഈ ദേശീയഗാനം മുഴങ്ങുന്നതിനിടയിൽ ഇദ്ദേഹം നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സ്റ്റാൻഡ് സ്റ്റില്ലായി നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് മറ്റുള്ളവരും ഇറങ്ങുകയാണ്. അപ്പൊ എത്രയും നേരം ദേശീയഗാനം കേട്ടിട്ടായിരുന്നോ അല്ലയോ എന്നതുകൂടി നമുക്ക് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കേൾക്കാമോ? കേൾക്കാം മാധു. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ സ്പീക്കറാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിയമസഭാ സ്പീക്കർ ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇറങ്ങിപ്പോവുകയും വളരെ വേഗം കാറിലേക്ക് കയറുന്നതും കാണുന്നത്. എന്തുകൊണ്ട് ദേശീയഗാനം പൂർത്തിയാക്കുന്നത് വരെ സ്പീക്കർ നിന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ദേശീയഗാനം ഈ ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ഒരു വിദ്യാഭ്യാസ സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാറിൽ മുഖ്യാതിഥിയായാണ് സ്പീക്കർ പങ്കെടുത്തത്. സ്പീക്കർ സതീഷ് മഹാന എന്നാണ് പേര്. അവിടെ എത്തുന്നു. പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ ലഭിക്കുന്നത്. അതിനുശേഷം ദേശീയ ഗാനം പ്ലേ ചെയ്യുകയായിരുന്നു. ദേശീയ ഗാനം തുടങ്ങി കുറച്ചാകുമ്പോഴേക്ക് ചെവിയിൽ പിടിക്കുന്നു. പിന്നീട് ഇറങ്ങിപ്പോവുകയായിരുന്നു. ദേശീയ ഗാനത്തെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി. അത് ദേശീയ ഗാനത്തോടുള്ള അപമാനമാണ് എന്നാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. കടുത്ത നടപടി ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇതിലിപ്പോൾ സ്പീക്കറുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് പരിപാടി നടന്ന സ്ഥലത്തല്ല ദേശീയഗാനം ഉണ്ടായിരുന്നത്, കുറച്ച് ദൂരെ നിന്നാണ് ആ ശബ്ദം വന്നത്, അതുകൊണ്ടാണ് താൻ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോയത് എന്ന വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ വിശദീകരണം അംഗീകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. ഇന്നലെയാണ് ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ഒരു വിദ്യാഭ്യാസ സെമിനാർ എത്തിയ സ്പീക്കർ ഇങ്ങനെ ഒരു പരിപാടി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്പീക്കറാണ് ദേശീയഗാനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ദേശീയഗാനത്തോടുള്ള അപമാനമാണ്, ദേശീയഗാനത്തെ അപമാനിച്ചു എന്നുള്ളതാണ് SP അടക്കം ഉന്നയിക്കുന്ന ആരോപണം.